എനിക്കൊരു ഐ പി പേഷ്യൻ്റ് ഉണ്ടായിരുന്നേ, അഡ്മിഷനായിരുന്നു. ഈ പുള്ളിക്ക് ഏകദേശം ഒരു 400-500 ഷുഗറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൺസൾട്ടേഷന് ചെന്നപ്പോൾ ഈ പുള്ളി പറയുന്നത് നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് മരിച്ചു പൊക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ ഒരിക്കലും ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരാ പറഞ്ഞത് ഈ ഷുഗർ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് മരിക്കുന്ന അസുഖമാണ്? ഒരിക്കലും അങ്ങനല്ല. നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു അസുഖമാണ് ഷുഗർ എന്ന് പറയുന്നത്. ഷുഗർ അൺകൺട്രോൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കും. കണ്ണിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. അതുപോലെ തന്നെ ഡയബറ്റിക് ഫൂട്ട് എന്ന് പറയും, കാലിലൊക്കെ ചെറിയ പോളം വന്നിട്ട് പഴുത്ത് കയറും, പിന്നീട് വിരൽ മുറിച്ച് കളയാം, കാല് തന്നെ നഷ്ടപ്പെട്ടേക്കാം. കൺട്രോളിലാണെങ്കിൽ ഒരു ഉപദ്രവവും ഷുഗർ കൊണ്ട് ഉണ്ടാവില്ല. കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻ, കറക്റ്റായിട്ടുള്ള ഡയറ്റ്, വർക്കൗട്ട് ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷുഗർ വളരെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു അസുഖമാണ്. പക്ഷെ അൺകൺട്രോൾ ആണെങ്കിൽ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു അസുഖം കൂടെയാണ്. ഇതുപോലെയുള്ള ഒരുപാട് ക്ലയൻസ് വരാറുണ്ട്. പിന്നീട് ഇങ്ങനെ പറഞ്ഞവർ തന്നെ പലരും കാലൊക്കെ മുറിച്ച് കളഞ്ഞ് നമ്മളെ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ. അത് നമുക്കും ഭയങ്കര ഒരു വിഷമമാണ്. കാരണം പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ടാവും. നമുക്കും അവരെ ഫേസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഷുഗർ ഉള്ളവർ വളരെയധികം കൺട്രോൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു.